സ്മൃതി, വരുന്നത് നിർണായക ദിവസങ്ങളാണോ? ഉറപ്പായിട്ടും നിർണായക ദിവസങ്ങളാണ്. ആർക്കൊക്കെ നിർണായകമാകും എന്നുള്ളതാണ് ഏറ്റവും ആദ്യം അറിയേണ്ടത്. ഇപ്പോൾ നമുക്ക് SITയെ സംബന്ധിച്ച് ഈ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സമയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുമോ എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായിട്ടും ഇപ്പോൾ UDFനും LDFനും വളരെ നിർണായകമായ ദിവസങ്ങളാണ്. ഇതിപ്പോൾ ഇനി സമരകാലമാണ് ഇനി വരുന്നത് എന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി കഴിഞ്ഞു. സഭയിലായാലും ഇനി സമരമാണ്, ചർച്ചയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർണ്ണക്കൊള്ള വിഷയം ഏറ്റെടുത്ത് തെരുവിലും അകത്തും പ്രക്ഷോഭവുമായി പ്രതിപക്ഷം നീങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദേവസ്വം മന്ത്രിയുടെ രാജിയാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനിടയ്ക്കാണ് പല ചിത്രങ്ങളും തെളിവുകളായി പുറത്തേക്ക് വരുന്നത്. സഭയിൽ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം ഇന്ന് ശിവൻകുട്ടിയുടെ പ്രതികരണമാണ്. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്ത് വീട് റെയ്ഡ് ചെയ്ത് വിവരങ്ങൾ തേടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോണിയാഗാന്ധിയെ പോറ്റി കാണാൻ പോയതിനെക്കുറിച്ച് നേരത്തെയും CPM നേതാക്കൾ പ്രതികരിച്ചിട്ടുണ്ട്. ആരോപണത്തിന് മറു ആരോപണം എന്ന നിലയ്ക്ക് ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണം, ആ വീട് റെയ്ഡ് ചെയ്യണം എന്നുള്ള വാചകങ്ങൾ ശിവൻകുട്ടിയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പണ്ട് സഭയിൽ കസേര പൊക്കിയ ശിവൻകുട്ടിയുടെ ഒരു പുതിയ രൂപമായിട്ടാണ് ഇന്നത്തെ പ്രതികരണത്തെ ഞാൻ കാണുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്? എനിക്ക് വലിയ ആദരവുള്ളൊരു വ്യക്തിത്വമാണ് സോണിയാഗാന്ധി. ഞങ്ങൾ പലപ്പോഴും കാണാനും സംസാരിക്കാനും ഇടയായിട്ടുണ്ട് സാമൂഹ്യ ചടങ്ങുകളിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അവരെ കുറ്റപ്പെടുത്താനോ അവർക്ക് നേരെ സംശയത്തിന്റെ വിരൽ ചൂണ്ടാനോ ഒന്നും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോണിയാഗാന്ധിയുമായി പറഞ്ഞ പ്രത്യേക ഭാഗം മാത്രമാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്ന നിലപാട് അതാകുമ്പോൾ അപ്പുറത്തൊരു ആയുധം എന്ന നിലയ്ക്ക് സോണിയാഗാന്ധി ഉപയോഗിക്കുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അത് ഉപയോഗിക്കുന്ന ഏത് ഘട്ടത്തിലാണ് എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഇപ്പോൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് ഈ ആന്റിക് ഷോപ്പുണ്ട് എന്ന്, ഇറ്റലിയിൽ ആന്റിക് ഷോപ്പുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് സ്വർണം കടത്തുന്നതിൽ സോണിയാഗാന്ധിക്ക് പങ്കുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഇവിടെ ആദ്യം ഉന്നയിച്ചത് കെ സുരേന്ദ്രനാണ്. ഇവിടെ കേരളത്തിൽ ഉന്നയിച്ചത് കെ സുരേന്ദ്രൻ. അതെ, കെ സുരേന്ദ്രൻ ഇവിടെ വാർത്താ സമ്മേളനം നടത്തി ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോൾ CPM ഏറ്റെടുക്കുന്നുണ്ടോ എന്നാണ് സംശയം. ഇപ്പോൾ ചർച്ചകളിലടക്കം ആ വാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറുപടിയില്ലാത്ത ഘട്ടങ്ങളിൽ ഏത് അതിർത്തി വരെയും കടക്കാം, എന്തും പറയാം എന്ന രൂപത്തിലേക്ക് ആ പ്രതികരണങ്ങൾ പോകുമ്പോൾ അത് BJPയുടെ നാവായി പോലും ചില ഘട്ടങ്ങളിൽ പോകുന്നു എന്നുള്ളത് അതീവ ഗൗരവതരമാണ്. അങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരിക്കുന്നത്? അതായത് സോണിയാഗാന്ധി പറയുമ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളെയൊക്കെ പറയുന്നതിൽ തെറ്റില്ല. പക്ഷെ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ BJPയിൽ നിന്ന് പോലും, ഇവിടെ കേരളത്തിലല്ല കേന്ദ്രത്തിൽ BJPയിൽ നിന്ന് പോലും അത്തരം വാചകങ്ങൾ എവിടെയും നമ്മൾ കേട്ടിട്ടില്ല. അറസ്റ്റ് ചെയ്ത് അകത്തിടേണ്ട ഒരാളാണ് എന്ന നിലയ്ക്ക് സോണിയാഗാന്ധി ആരും പറയുന്നത് കേട്ടിട്ടില്ല. അവർ ഇറ്റലിക്കാരിയാണ്, ഇവിടെ ഇന്ത്യൻ പൗരയല്ല എന്ന രൂപത്തിലുള്ള ആരോപണങ്ങളും പ്രതികരണങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അവർ എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ രാജ്യം കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ട ആ ആരോപണം ഒരു ആയുധമായി എടുക്കുമ്പോൾ അപ്പുറത്ത് എന്തൊക്കെയോ മറയ്ക്കാനുണ്ടോ എന്ന സംശയങ്ങൾ വരിക സ്വാഭാവികമാണ്. ഇനി കടകംപള്ളിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഓർമ്മ ഓരോ ദിവസവും തിരിച്ചറിയുന്ന രൂപത്തിലേക്ക് നമ്മൾ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഓർമ്മ വരും. ആദ്യം കുട്ടിയായിരുന്നു, പിന്നെ അച്ഛനായി. ഇനി ഒരു തവണ പോയി എന്ന് പറയുന്നത് ഇനി എത്ര തവണ പോയി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്, പോറ്റി ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് അമ്പലത്തിൽ പോയപ്പോഴും ശബരിമലയിൽ കണ്ടതാണ്, അവിടെ ഇവിടെയും കണ്ടതാണെന്ന് പറയുന്നതല്ലാതെ വീട്ടിൽ പോയതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ പൊളിയുന്ന തെളിവുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ UDFിലെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ പറയുന്ന UDF കൺവീനർ അടക്കം പോറ്റിക്കൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തം തന്നെയാണ്. സോണിയാഗാന്ധിക്ക് ഒപ്പമുള്ളതിൽ ഈ പറയുന്ന ഈ കേസിൽപ്പെട്ട മറ്റു പ്രതികളുമുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അങ്ങനെ എല്ലാവരിലേക്കും എത്താൻ ഈ പറയുന്ന പോറ്റിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് SIT അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ആ ബന്ധങ്ങൾ സോണിയാഗാന്ധിക്ക് ഒരു അധികാരവുമില്ലാത്തപ്പോൾ അവിടെ പോയി ചരട് കെട്ടിക്കൊടുക്കുന്നതിനെ എന്ത് കാര്യനേട്ടത്തിനാണ് എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നു. മറ്റേത് ഇവിടെ ഭരണത്തിൽ ഇരിക്കുന്ന ഭരണത്തിലുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമാണ് ഉയരുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഭരണത്തിൽ UDF ആണ് ഇരുന്നതെങ്കിൽ ആ സമയത്താണ് ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും UDF ആണ് പ്രതിരോധത്തിലാവുക. ഇനി പഴയ കാലം മുതലുള്ള പല കാര്യങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും അന്വേഷിക്കട്ടെ. തെളിവുകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ അവരെയും നമുക്ക് പ്രതിക്കൂട്ടിൽ ആക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അകത്തിരിക്കുന്ന, ജയിലിലായിരിക്കുന്ന പത്മകുമാറുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പത്മകുമാർ പാർട്ടിയിൽ തുടരുമ്പോൾ ഈ പറയുന്ന വാദങ്ങളൊക്കെ അപ്രസക്തമാവുകയാണ്. അപ്പോൾ എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ ആരെയൊക്കെയോ സംരക്ഷിക്കാനുണ്ട് എന്നുള്ള വിഷയം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇതാ ED വരികയാണല്ലോ. ED വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. EDയുടെ അന്വേഷണം ഇനി അതാ കടകംപള്ളിയിലേക്കും പോകുന്നു എന്നുള്ള സൂചനകളുണ്ട്. ഇനി പോറ്റി നൽകിയ മൊഴിയിൽ കടകംപള്ളിക്കും ഉപഹാരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് ഇയാൾ മൊഴി കൊടുത്തിട്ടുണ്ട് പോറ്റി. ആ ഉപഹാരങ്ങൾ ഏത് രൂപത്തിലുള്ളതാണ്? ആ ഉപഹാരങ്ങൾക്കപ്പുറം എന്തെങ്കിലും കച്ചവട താല്പര്യങ്ങൾ, കുടുക്കൽ വാങ്ങലുകൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയം അവിടെ നിൽക്കുന്നു. അപ്പോൾ കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വാർത്തകളിൽ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. അതിൽ കടകംപള്ളിക്ക് കൃത്യമായ ഉത്തരമില്ല. ഇതിപ്പോൾ ഇന്നൊരു കൗതുകരമായൊരു കാര്യം, കടകംപള്ളി ഇന്ന് പ്രതികരിക്കുമ്പോൾ
സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, അറസ്റ്റ് ചെയ്യണമെന്ന് അവിടെ ശിവൻകുട്ടി ബഹളം വയ്ക്കുമ്പോൾ പുറത്ത് സോണിയാഗാന്ധിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് ഇവിടെ കടമ്പള്ളി നടത്തിയിട്ടുണ്ട്. ഞാനും സോണിയാഗാന്ധിയും ഒക്കെ ഒരുപോലെ എന്ന മട്ടിലാക്കാനായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാകുക. എന്തായാലും അത് രണ്ട് വ്യത്യസ്ത പ്രതികളായ പാർട്ടിയിൽ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളിൽ നിന്ന് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ED എങ്ങോട്ട് നീങ്ങുന്നു എന്നതും SIT എന്തൊക്കെ കാര്യങ്ങളിലേക്ക് ഇനിയും കടക്കുന്നു. ഇനിയിപ്പോൾ മൊഴിയെടുത്തു എന്ന് പറഞ്ഞ കടകംപള്ളിയുടെ മൊഴിയെടുക്കലാണ്, അതായത് ചോദ്യം ചെയ്യലില്ല എന്ന് പറയുമ്പോൾ ഇനി വിളിപ്പിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം SITയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ED ആരിലേക്ക് ആദ്യം പോകുമെന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ED ഇപ്പോൾ പോറ്റിയുടെ സ്വത്തുക്കളൊക്കെ ഫ്രീസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ പോറ്റിയുമായി ബന്ധപ്പെട്ട്, പോറ്റിയുടെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് EDക്ക് കിട്ടിയ വിവരങ്ങൾ അത് ആരിലേക്കൊക്കെ എത്തുമെന്നുള്ളതും വളരെ പ്രധാനമാണ്. ED ആണ് രാഷ്ട്രീയമായി ED ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിവേഗം പ്രവർത്തിക്കുകയും ഒരു പ്രത്യേക ഘട്ടത്തിൽ നിർവീര്യമാകുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം സംവിധാനമാണ് ആ കേന്ദ്ര ഏജൻസി. അപ്പോൾ ED എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പ്രധാനം. അതുകൊണ്ട് തന്നെ ഇവിടെ CPMനും കോൺഗ്രസിനും ഒക്കെ നിർണായകമാണ്. ഇതിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന BJPക്കും. തന്ത്രിയുമായി ബന്ധപ്പെട്ടൊന്നും ആരും വലുതായി പറയുന്നത് കേൾക്കുന്നില്ല. തന്ത്രിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഏതെങ്കിലും തരത്തിലും ഒരു ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഭക്തരൊക്കെ അതിശക്തമായി തന്ത്രിക്കെതിരെ പറയുന്ന സമയം ആയിക്കഴിഞ്ഞിട്ടും തന്ത്രിക്കെതിരെ പറയാൻ ധൈര്യപ്പെടുന്നില്ല രാഷ്ട്രീയ പാർട്ടികൾ എന്നൊരു യാഥാർത്ഥ്യം കൂടി ഇവിടെ നിൽക്കുകയാണ്. കുറച്ചു ദിവസങ്ങളാണ് പറയുന്ന തെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് മാസത്തിനിടയ്ക്ക് നടക്കുന്ന കാര്യങ്ങൾ. ഇന്ന് ഉണ്ടായിരിക്കുന്ന മറ്റൊരു കൗതുകം കൂടി ഇതിനിടയ്ക്ക് പറഞ്ഞു പോകാൻ തോന്നുന്നു. ഈ പ്രതിഷേധം സഭയ്ക്കകത്തൊക്കെ നടന്ന് പുറത്തേക്ക് വന്ന് ആദ്യം പ്രതികരിക്കുന്നത് ഭരണപക്ഷമാണ്. ഭരണപക്ഷത്തിൽ തന്നെ KK ശൈലജയാണ് പ്രതികരിക്കുന്നത്. അതൊരു സൂചനയാണ്. KK ശൈലജ തെരഞ്ഞെടുപ്പിൽ ഏത് മുഖത്തിലാണ് ശൈലജ പ്രത്യക്ഷപ്പെടുക എന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഞാൻ ആ പ്രതികരണത്തെ കാണുന്നത്. എനിക്കൊരു സംശയമുള്ളത്, എന്തുകൊണ്ടാണ് ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് ചർച്ച ചെയ്യാതെ സമരത്തിലേക്ക് കടന്നത്? അടിയന്തര പ്രമേയത്തിൽ സാധാരണഗതിയിൽ അടിയന്തര പ്രമേയത്തിൽ ചർച്ചയുണ്ടാകാറുണ്ട്. അടിയന്തര പ്രമേയത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആൾ അടിയന്തര പ്രമേയം അവതരിപ്പിക്കും. അതിനുശേഷം ഓരോരുത്തർക്കും കൊടുക്കുന്ന സമയം അനുസരിച്ച് ഇങ്ങനെ ചർച്ച പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഉറപ്പായിട്ടും ഭൂരിപക്ഷമുള്ള ഭരണപക്ഷത്തിന് കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടും. അങ്ങനെ അവർ കൂടുതൽ വിശദീകരിച്ച് കൂടുതൽ സമയമെടുക്കുന്നു എന്നുള്ളത് മുൻകാല അനുഭവങ്ങളാണ്. ഇതങ്ങനെ സംയമനത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് പ്രതിപക്ഷം കാണുന്നില്ല. ഉറപ്പായിട്ടും ഇത് അല്ല, ജനാധിപത്യ ലംഘനമൊന്നുമല്ല. രാഷ്ട്രീയമായി എങ്ങനെ നേട്ടം ഈ കാര്യത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഉറപ്പായിട്ടും പ്രതിപക്ഷം നോക്കുക. അത് അങ്ങ് വേണമെങ്കിൽ അങ്ങനെ എടുത്തോളൂ. ഞാൻ പറഞ്ഞത് അവരുടെ രാഷ്ട്രീയമായ തന്ത്രത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ വിയോജിക്കുന്നു എന്നുള്ളതല്ല. അപ്പുറത്ത് ഇരുന്ന് സമാധാനത്തോടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല സ്വർണ്ണ. അല്ല, എന്താ ആവശ്യം VN വാസവൻ രാജിവെക്കണം എന്നുള്ളത്? എന്താ VN വാസവൻ ഇതുമായിട്ട് ബന്ധം? VN വാസവന്റെ കാലത്ത് നടക്കുന്ന പ്രശാന്തുമായി ബന്ധപ്പെട്ട് കോടതി മനസ്സിലാക്കാം. പ്രശാന്തുമായി ബന്ധപ്പെട്ട് VN വാസവൻ എന്താ ബന്ധം? അല്ല, ചോദിക്കൂ, എന്നോട് ചോദിക്കുന്നെന്തിനാ? വിശദീകരിക്കാൻ കഴിയാത്ത ഒരു ആവശ്യമാണ് ഇന്ന് VD സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. നമുക്ക് ആർക്കും തൃപ്തികരമായിട്ട് വിശദീകരിക്കാൻ പറ്റും. എനിക്ക് സോണിയാഗാന്ധിയെ പറ്റി പറഞ്ഞ കാര്യത്തിൽ അങ്ങേക്ക് നല്ല വ്യക്തത വന്നോ? ഭയങ്കരമായ സംശയം. സഭ സ്തംഭിപ്പിച്ചത് ഭരണപക്ഷം അല്ലല്ലോ, സോണിയാഗാന്ധിയുടെ ആവശ്യം. പ്രതിപക്ഷമാണ് സഭ സ്തംഭിപ്പിക്കുക, ഭരണപക്ഷം സ്തംഭിപ്പിക്കില്ല. അല്ലല്ല, ഭരണപക്ഷം അല്ലല്ലോ ഇന്ന് സോണിയാഗാന്ധിക്കെതിരെ നടപടിയില്ലെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്നത്. VN വാസവൻ സമരമാണത്രേ സഭയിൽ. അല്ല, അത് മനസ്സിലാക്കാം. അപ്പം സമരം നടക്കാറുണ്ട് സഭയിലൊക്കെ. പക്ഷേ VN വാസവനെ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് 2021 ചുമതലയേറ്റ VN വാസവൻ രാജിവെക്കണമെന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സഭയിൽ സമരമെന്ന് പ്രഖ്യാപിക്കുന്നത്. അതിന് നമുക്ക് ആർക്കെങ്കിലും വിശദീകരിക്കാൻ പറ്റുന്നുണ്ട്? Meet the editors.